ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ധനലക്ഷ്മി വരുന്നുണ്ട്. വന്നതിന് ശേഷം തന്നെ പറയുകയാണ് അമ്മായിമാരോടും അതുപോലെ തന്നെ അച്ഛനോടൊക്കെ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ വരുണുമായിട്ട് കൺമണിയുടെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അമ്മായിമാർ പറയുന്നുണ്ട്, നീ ഉറപ്പിച്ച് നീ അങ്ങ് നടത്തിക്കോ, ഞങ്ങൾ ആരും തന്നെ ഇതിൽ പങ്കെടുക്കാൻ വരില്ല എന്ന് പറയുന്നു. മാത്രമല്ല വരുണുമായിട്ട് കൺമണിയുടെ വിവാഹം നടക്കുകയുമില്ല എന്നും പറയാട്ടോ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളുടെ മനസ്സിലിരിപ്പ് അങ്ങനെയാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല, പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എൻ്റെ കൂടെ വന്നേക്കരുത് എന്നും ധനലക്ഷ്മി പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തീരുമാനിച്ച ആ ഡേറ്റിന് തന്നെ അവിടെ വിവാഹം നടക്കും. പിന്നെ വേറെ വ്യാമോഹമൊന്നും അവിടെ മനസ്സിലോ അതുപോലെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി വെച്ചേക്കുക എന്നൊക്കെ പറയുന്നു. സമയത്ത് തന്നെ നടക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും അതിന് തയ്യാറായിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോന്നു. തന്നെ ഗോകുൽ പറയുന്നുണ്ട്, വരുൺ ചേട്ടനുമായിട്ടുള്ള അപ്പയുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അമ്മായിമാർ പറയുന്നു, ഒരു കണക്കിന് പറഞ്ഞാൽ ഏട്ടനെ പറഞ്ഞാൽ മതി, ഒരുപാട് കടങ്ങൾ വാങ്ങിക്കൂട്ടി, അതല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം, അതുകൊണ്ടാണല്ലോ അവളിങ്ങനെ വെല്ലുവിളിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ഇതെല്ലാം തന്നെ അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ വാങ്ങിയത്, എന്നിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക, അപ്പച്ചിമാർക്കാണ് വയ്യാതാവുന്നെങ്കിൽ ഈ വീട് വിറ്റിട്ടാണെങ്കിലും അച്ചച്ചൻ നിങ്ങളെ ചികിത്സിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മായിമാർക്കൊന്നും പറയാൻ പറ്റാണ്ടായി. അതിനുശേഷം തന്നെ കൺമണിയായിട്ടോ കാണിക്കുന്നത് ഓഫീസിൽ തന്നെ. ഓഫീസിലാണെങ്കിലോ കൺമണിക്ക് നല്ല വിശക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ ചെയ്യുക, വേണ്ടാന്ന് പറയുകയും ചെയ്തു, ഇനിയിപ്പോൾ രക്ഷയില്ല, വിശന്നിട്ടാണെങ്കിൽ വയ്യ, ക്യാൻറ്റീനാണെങ്കിൽ അടച്ചിട്ടിരിക്കുകയാണ്, ഇനി രക്ഷയില്ലല്ലോ, കുറച്ച് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് ബോട്ടിലെടുത്ത് കുടിക്കുന്ന സമയത്ത് ഇതിൽ വെള്ളവും കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് വെള്ളം എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് തന്നെയാണ് കൃഷി വളരെ ആസ്വദിച്ച് തന്നെ ബർഗർ കഴിക്കുകയാണ്. എന്തൊരു ടേസ്റ്റ്, ഇതിങ്ങനെ കഴിച്ചാൽ എന്തൊരു രുചിയാണെന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കൺമണി പറയുന്നത്, സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയ ബർഗർ ഒന്നുണ്ടല്ലോ എന്ന് പറയണം, ഇത്രയും ആസ്വദിച്ച് കഴിക്കാനായിട്ടെന്ന് പറയുന്നു. അപ്പോഴത്തേനും കൃഷിൻ്റെ ചങ്കിൽ കുടുങ്ങാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും വെള്ളം കിട്ടാതെ വെപ്രാളപ്പെടുന്ന സമയത്തിന് അയ്യോ അത് പ്രശ്നം കാര്യമായി എന്നാണ് തോന്നുന്നത്, ഒന്ന് പോയി വെള്ളം കൊടുക്കാമെന്ന് പറയുന്നു. അനീഷ ഓടിച്ചെന്നിട്ട് സർ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ കൃഷ്ണ ആശ്വാസമാവുന്നുണ്ട്. എന്താ സർ ഇങ്ങനെയൊക്കെയാണോ കഴിക്കേണ്ടത്, ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ കഴിക്കണ്ടേ, ഞാൻ ഒരിക്കലും സൂക്ഷിക്കില്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചുറ്റും എൻ്റെ കൺമണി ഉണ്ടെന്നുള്ളത്, എപ്പോഴും എന്നെ രക്ഷിക്കാൻ നീ പറഞ്ഞെത്തുമെന്ന് എനിക്കറിയാം, നീ ഒരു മാലാഖയാണ്, എൻ്റെ മാലാഖയാണെന്നൊക്കെ പറയാണ്. ഓ എനിക്ക് സൂചിച്ചു സാർ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ബലരാമനെയും അതുപോലെ തന്നെ കാണിക്കുന്നത് മനോജിനൊക്കെ കേട്ടോ. അങ്ങനെ ബലരാമൻ്റെ അമ്മ വന്നിട്ട് ആ ചാവി കൊടുക്കണം, കാറിൻ്റെ കീ കൊടുക്കണ സമയത്ത് തന്നെ എന്താ പേഴ്സണൽ ആവശ്യത്തിന് ആർക്കെങ്കിലും കീ കൊടുക്കുമോ ബലരാമ എന്ന് ചോദിക്കുകയാണ്. അത് മനോജ് അവൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് അനിയത്തിൻ്റെ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ കൊടുത്തതാണെന്ന് പറയുന്നു. പിന്നെ എന്തായി നിൻ്റെ അനിയത്തിയുടെ കല്യാണം, അവളുടെ കല്യാണം ഉറപ്പിച്ചു, അലിഗിൽ നിന്ന് അവൾ ജോലി രാജിവെച്ചേക്കാം, പക്ഷേ ബിഹാറിലേക്ക് ഒരിക്കലും അവൾ വരില്ല, മാത്രമല്ല അവളുടെ ഇഷ്ടങ്ങൾ അവളുടെ തന്നെയാണ്, അതിൽ ഞാൻ ഇടപെടാൻ ഞാൻ ആരുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ സർ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മനോജ് പോകുന്നു കേട്ടോ. അങ്ങനെ അമ്മ വന്നിട്ട് രാമനോട് നല്ല ദേഷ്യപ്പെടുന്നത്, എന്താ അവൻ പറഞ്ഞത് കേട്ടില്ലേ, അവൻ ഈ ജോലി തൃപ്തികാരനാണെന്നുള്ള രീതിയിലല്ല അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബലരാമ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കാതെ ആയല്ലോ എന്ന് പറയുന്നുണ്ട്. അമ്മ ടെൻഷനാവല്ലേ, ആ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടല്ലേ അവൻ പോയത്, എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ബലരാമൻ എണീറ്റ് പോകുമ്പോഴത്തേനും ലാലിയോട് പറയുന്നുണ്ട്, ലാലി അവൻ പറഞ്ഞ് കേട്ടില്ലേ, നീ എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് എനിക്കറിയില്ല, അവൻ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ അപ്പോഴേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം വീണ്ടും അലികയിൽ തന്നെ കാണിക്കുന്നത് കൃഷ്ണാണെങ്കിൽ കൺമണിക്ക് ഒരു കോഫി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത്രയും നേരം പട്ടിണി ഇരിക്കുന്ന കൺമണിക്ക് വേണ്ടി കോഫി ആണെങ്കിൽ വളരെ ബോറായിട്ടാട്ടോ കാണിക്കുന്നത്. കാരണം കുടിക്ക് കൺമണി എന്ന് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം പറയുമ്പോഴത്തേനും കൺമണി കുടിക്കുന്നുണ്ട്. എന്താ സർ എന്ത് കോഫിയാണ്, ഒരാൾ സ്നേഹത്തോടു കൂടി തന്നാൽ അത് കുടിക്കാതിരിക്കാൻ പറ്റില്ല സർ, അതുകൊണ്ടാണ് കുടിച്ചത്, വളരെ മോശമായിട്ടുള്ള കോഫിയാണ് ഇട്ടിരിക്കുന്നത് പറഞ്ഞു. സർ ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ എന്ന് പറയുന്നു. സാറിന് വേറെ അവിടെ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. എന്താ കൺമണി കുടിച്ച് എനിക്ക് കുടിക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ ആ കൺമണി പറയുന്നു. അയ്യോ വളരെ മോശമായിട്ടില്ല, വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ അവനെ തല്ലിയേനെ എന്ന് പറയുന്നു. ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയുണ്ട് പാചകം എന്നൊക്കെ, എന്തായാലും സാറിന് കൺമണിക്ക് ഞാൻ നല്ലൊരു കോഫി ഇട്ട് വരാം. അയ്യോ വേണ്ട സാർ എന്ന് പറയുന്നു. ഇല്ല ഇത് നന്നാവും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ക്രഷ് അവിടെ നിന്ന് പോവാണ്, കോഫി ഇടാനായിട്ട് പോകുന്നു.
പിന്നീട് നമ്മുടെ സാഗറിനെയും അതുപോലെ തന്നെ സുജാതയും കാണിക്കുന്നു. ബലരാമനെ കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചേച്ചിയമ്മ പറഞ്ഞ ശരിയാണ്. അതുപോലെ കൃഷ്ണനാണെങ്കിൽ അവനെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. മാത്രമല്ല അവനെക്കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും അന്വേഷിച്ചില്ലല്ലോ. അവൻ്റെ അമ്മയെ മാത്രമേ നമുക്കറിയുള്ളൂ. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്കറിയില്ല. അത് അന്വേഷിക്കണം. ഒരുപക്ഷെ നമ്മളെ ചതിക്കാൻ വന്നവനാണെങ്കിലോ BR ഡിസൈൻസിലേക്ക് ഒരു പ്രശ്നക്കാരനായിട്ട് നമ്മുടെ മുന്നിലേക്ക് ആ ഒരു BR ഡിസൈൻ വന്നതാണ്. അപ്പോൾ തന്നെ പിന്നെ അതിൽ ചെയർമാനായിട്ടാണ് അവൻ വന്നത്. എന്നിട്ട് അച്ഛനും അമ്മയും എന്ന രീതിയിൽ നമ്മളെ കയ്യിലാക്കാനാണ് അവൻ ആദ്യമേ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറയുന്ന സുജു. എത്രയും പെട്ടെന്ന് അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എത്തിപ്പിടിക്കണം. ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ നമ്മളെ ചതിക്കാനാണോ നോക്കിയതെന്നുള്ളതൊരു സംശയം എനിക്കിപ്പോഴും ഉണ്ട് സുജു എന്ന് പറയുന്നു. സാഗർ എങ്ങോട്ടേക്കാണ് പറഞ്ഞു പോകുന്നതെന്ന് പറയുന്നു. കൃഷി പറഞ്ഞത് ശരിയല്ലേ, അവൻ എല്ലാ കാര്യം അറിയുന്നത് പോലെയാണ് അവൻ സംസാരിച്ചത് ബലരാമനെക്കുറിച്ച്. നമുക്കാണെങ്കിലോ ഒന്നും അറിയില്ല. നമ്മളെ ആദ്യമേ അവൻ കൈക്കലാക്കിയതാണെങ്കിലോ ഒരു പക്ഷേ അങ്ങനെ ചെയ്യാൻ അവനൊരിക്കലും മടിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സുജു എന്നൊക്കെ സുജാതയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സുജുവിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കാരണം ബലരാമനെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയാണ് കേട്ടോ സുജാത. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഇത്ര വിഷമം. എത്രയും പെട്ടെന്ന് അവൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയണം, അവൻ്റെ വീട്ടിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണ് അവനോടുള്ള സ്നേഹം ഇനി പ്രകടിപ്പിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ബലരാമനെ കാണിക്കുന്ന ബലരാമനാണെങ്കിൽ ഡ്രിങ്ക്സൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കിളിയൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ബലരാമനാണെങ്കിലോ ആ ഒരു കൃപയെ ആക്സിഡൻ്റ് ആക്കിയതിൽ വളരെയധികം സങ്കടമുണ്ട്. കാരണം അവളെ കാണാനായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ മാപ്പൊക്കെ പറയുന്ന സമയത്ത് തന്നെ ബലരാമൻ്റെ കൈ പിടിച്ച് ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. അവൾ മാപ്പ് തന്നിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ബലരാമൻ അപ്പോൾ തോന്നുന്നത്. എന്താണെന്നറിയില്ല, അവളെനിക്ക് സ്വന്തം അനിയത്തിയെ പോലെ തോന്നുന്നുണ്ട്. കിളിയ നമ്മൾ ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. സാറ് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്, ശരിയാണെന്ന് പറഞ്ഞാൽ ശരിയാണ്, എനിക്ക് അത്രയല്ലേ സാർ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. ആ പാവമല്ലേ കൃപ, ആ കുഞ്ഞിനെ എന്തിനാണ് നമ്മൾ ഉപദ്രവിച്ചത്? നിനക്ക് പറയായിരുന്നില്ലേ അത് തെറ്റാണെന്നുള്ളത്? എനിക്കെങ്ങനെ പറയാൻ കഴിയും ബോസ് പറയുന്നതും മാഡം പറയുന്നതും അനുസരിച്ചല്ലേ എനിക്ക് ശീലമുള്ളൂ. മറ്റൊന്നും തന്നെ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല സർ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുന്ന അത്ര ശരിയല്ല. നമ്മുടെ ഭാഗത്തുണ്ടല്ലോ ശരിയും തെറ്റും ഒക്കെ. അമ്മ തെറ്റാണ് പറഞ്ഞാൽ ഇത് തന്നെ അടങ്ങീകരിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ കിളിയ? അതിൻ്റെ ആവശ്യകതയില്ലല്ലോ. കാരണം ആ ഒരു തെറ്റ് നമ്മൾ തിരുത്തുകയല്ലേ വേണ്ടത്. ചെറുപ്പം മുതലേ അമ്മ എന്നെ സാഗർ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഞാൻ വളർന്നു വന്നപ്പോഴും അങ്ങനെ തന്നെ ആയത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ആ കുടുംബത്തിന് ഞാൻ ഒരുപാട് വേദനകൾ ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ആ കുട്ടിയെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു കിളിയ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സാറിന് ഇങ്ങനെ തോന്നലുണ്ടായത് എങ്ങനെയാണെന്നൊക്കെ പറയുന്നു. സാറ് ഡ്രിങ്ക്സ് അടിച്ചിട്ടു അതൊന്നുമല്ല കിളിയ, എനിക്ക് മനസ്സിലായി. പിന്നെ അമ്മ പറഞ്ഞാൽ നീ ഇനി ഒന്നും അനുസരിക്കേണ്ട, പ്രത്യേകിച്ച് സാഗർ കുടുംബത്തെ ആക്രമിക്കണം എന്ന് പറഞ്ഞാൽ അനുസരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നു. അത് പറയാൻ പറ്റില്ല, മാഡം പറഞ്ഞാൽ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ വരും ബോസേ എന്ന് പറയട്ടോ ചെയ്യുന്നത്. അങ്ങനെ പറ്റില്ല. അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ രക്ഷിക്കുമെന്ന് പറയാണ്. സാറിന് കഴിയുമോ അവരെ രക്ഷിക്കാനെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എനിക്ക് കഴിയും, അമ്മയുടെ എല്ലാ വാശിക്കും ഞാൻ ഈ കൂട്ടു നിൽക്കില്ല എന്നൊക്കെ ബലരാമൻ പറയട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ബലരാമൻ്റെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് അന്നത്തെ എപ്പിസോഡ് വിശേഷം